ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 എന്നായിരിക്കും ആരംഭിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുന്നിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. എന്തൊക്കെയാണെങ്കിലും ഓഡീഷൻ കോളും കാര്യങ്ങൾക്കൊക്കെ ഓരോരോ കണ്ടസ്റ്റൻസിനായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. പലർക്കും ഇതിനോടകം തന്നെ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിൽ ഒരു ചാൻസ് ആഗ്രഹിച്ചു വരുന്ന ഈ പറയുന്ന വുമൺ കണ്ടസ്റ്റൻസിനെതിരെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവരെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാസ്റ്റിംഗ് കൗച്ചുകൾക്കെതിരെ അഖിൽ മാരാർ പണ്ടും കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ അഖിൽ മാരാർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഇത്തൽ കണ്ണികളെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് എത്തുന്ന സമയത്ത് ഒരു മാറ്റമായിട്ട് നമുക്ക് പറയാം. കാരണം ബിഗ് ബോസിന്റെ ഒരു കോർഡിനേറ്ററിനെയും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ സെലക്ഷൻ പാനലിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ പാനലിലിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഒരു കോർഡിനേറ്ററിനെയും അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെലക്ഷൻ പാനലിലിരിക്കുന്ന ഒരാളെയും ബിഗ് ബോസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പോസ്റ്റുകൾ വീണ്ടും അവരതിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ടുള്ള ഒരു സമയം വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന ലാലേട്ടന്റെ കേസ് പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഒരുപാടധികം സിനിമകൾ ഇപ്പൊ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ കേസിൽ ഒരു 70-30 ഒരു സാധ്യത മാത്രമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ കാണുന്നത്. ആ ഒരു 30% ആണ് കേട്ടോ നമ്മൾ സാധ്യത എന്ന് പറയുന്നത്. 70% ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല. അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. മറ്റൊരു ഹോസ്റ്റിലേക്ക് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലാലേട്ടൻ ഇതുവരെയും എഗ്രിമെന്റും കാര്യങ്ങളും സൈൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കൺഫേം ആയിട്ട് അറിയാൻ പറ്റിയത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്നതിന് മുന്നായിട്ട് ആദ്യമായി വരുത്തിയ മാറ്റമാണ് സെലക്ഷൻ പാനലിലിരിക്കുന്ന ഒരാളെയും അതുപോലെ തന്നെ ഒരു കോർഡിനേറ്ററിനെയും മാറ്റിയിട്ടുണ്ട്. കാരണം ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് ഈ പറയുന്ന ഒരുപാടധികം ആഗ്രഹിച്ചു വരുന്ന പല വുമൺ കണ്ടസ്റ്റൻസുകളുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ വീട്ടമ്മമാരും കോമണേഴ്സ് ആയിട്ട് വരുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകും. അവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവരെ ഉപയോഗിക്കാനും അവരെ ആ ഒരു രീതിയിൽ കാണുന്ന കുറെ കാസ്റ്റിംഗ് കൗച്ച് അത്തരത്തിൽ പറയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഷോയുടെ ആ ഒരു ഡിഗ്നിറ്റിയാണ് അതിലൂടെ കൂടുന്നത്. ുള്ള കാസ്റ്റിംഗ് കൗച്ചുകൾ ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പല എക്സ് കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ട്. കുറച്ചുകൂടി എവിഡൻസ് പുറത്തുവിട്ട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിച്ചത് സീസൺ 5ന്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറാണ്. അഖിൽ മാരാർ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് പിന്നീട് ഒരുപാടധികം ഈ ഒരു ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അടുത്ത് അവർ പണം ആവശ്യപ്പെട്ടു, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അവർ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ എൻ്റെ മോൾഷൈൻ മീഡിയക്കും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനും ഒരു ന്യൂസ് കിട്ടിയപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടായത്. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കോർഡിനേറ്ററിനെയും അതുപോലെ തന്നെ സെലക്ഷൻ പാനലിലിരിക്കുന്ന ഒരു വ്യക്തിയെ മാറ്റിയത്. ഇതിപ്പോൾ സെലക്ഷൻ പാനലിലിരിക്കുന്ന ഒരു വ്യക്തിയെ മാറ്റിയപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റിലേക്ക് അത്രയും ആ ഒരു സെലക്ഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ കോർഡിനേറ്റേഴ്സിന് വലിയ റോളൊന്നുമില്ല. ഇപ്പോൾ ആരെയൊക്കെയാണ് വിളിക്കേണ്ടത് അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഇങ്ങനൊരു ഓഡീഷൻ ഉണ്ട്, ആ ഒരു ഓഡീഷൻ കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവരെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന കോർഡിനേറ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെലക്ഷൻ പാനലിലിരിക്കുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ ഒരു കോർഡിനേറ്ററിനെയും മാറ്റിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 തന്റെ ആദ്യത്തെ മാറ്റം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് സീസണും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഒരുപാട് പേർക്ക് ഇതിനോടകം തന്നെ ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം ലാലേട്ടന്റെ കേസിലാണ്. ലാലേട്ടൻ ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയാനായിട്ട് പറ്റുന്നത്. ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു സീസൺ 7ന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്